ഫിലാകാലിയ ഫൗണ്ടേഷൻ ഓണേഴ്സ് തമ്മിലുള്ള ഗുസ്തി മത്സരമാണ് നടക്കുന്നത്. നമുക്കതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. രണ്ടുപേരും ഏറ്റവും കൂടുതൽ അഡ്വൈസ് ചെയ്തുകൊണ്ടിരുന്നത് ദമ്പതികളെയായിരുന്നു. രണ്ട് ദമ്പതികൾ രണ്ടിടത്ത് നിന്നിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇന്ന് റിവീലായിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇവർ രണ്ടും കൂടെ തമ്മിൽ ഗുസ്തി പിടിക്കും. ഈ NGO പറ്റിയിട്ടുള്ള പൂർണ്ണമായ വിവരങ്ങൾ രണ്ടും കൂടെ വന്ന് പറഞ്ഞു തരും. പൊട്ടനും പൊട്ടത്തിയാണ്, അതിനപ്പുറം ഒന്നും പറയാനില്ല. ഈ ഒരു NGO എന്ന് പറയുമ്പം ഞാൻ പലപ്പോഴും ഇതിന് എഗൻസ്റ്റ് ആവുന്ന ഒരു റീസൺ എന്താണെന്ന് അറിയാമോ? വല്ലവൻ്റെയും വയറ് വീർപ്പിക്കാൻ അല്ലെങ്കിൽ അവന് സുഭിക്ഷമായി ജീവിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട കാശ് കൊണ്ട് കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഇത് NGO. ദുബായിലൊക്കെ ഇങ്ങനത്തെ ഓർഗനൈസേഷൻ ആക്കി കൃത്യമായ ഡോക്യുമെൻസും കൃത്യമായ കണക്ക് വഴക്കുകൾ ഇല്ലെങ്കിൽ അവിടെ ഇത് നടത്താൻ പാടില്ല എന്ന സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്. അതേപോലെ ഒരു ഓർഡർ നമ്മുടെ നാട്ടിൽ വരേണ്ട അനിവാര്യ ഘട്ടത്തിലാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. നിരന്തരമായി നന്മമരങ്ങളായി പ്രവർത്തിക്കുകയും ആളുകളെ പറ്റിച്ചുകൊണ്ട് ആ പണത്തിൽ സുഭിക്ഷമായി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളെ തുറന്നു കാണിക്കാൻ ഈ ഒരു സംഗതി ഉപകരിക്കുമെന്നതിനപ്പുറം ഇവരുടെ ദാമ്പത്യ വഴക്ക് ഏകദേശം സംഗതി പുറത്തായി. രണ്ടും കൂടെ തമ്മിൽ അടികൂടുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? നിസ്സാര കാര്യമേ ഉള്ളൂ. ഉള്ളോളം സർണിയോളം കാര്യങ്ങളേ ഉള്ളൂ. ഇതിലെ മറിയോ ജോസഫ് ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നലെയാണെന്ന് തോന്നുന്നു ജിജി മറിയോ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മകളെയും കൂട്ടിയിട്ട് മറിയോയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കും അല്ലെങ്കിൽ ആ സ്റ്റാഫുകളുടെ അടുത്തേക്കൊക്കെ പോയിട്ട് ഒരു പട്ടി ഷോ കാണിച്ചിട്ട് അതിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് എടുത്ത് വെച്ചിരുന്നു റിയാക്ട് ചെയ്യാനായിട്ട്. അപ്പോഴുണ്ട് മറിയോയുടെ വകയുള്ള ഒരെണ്ണം വന്നു. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, രണ്ടുപേരും കേസ് കൊടുത്തതായിട്ടാണ് അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് അടിച്ച് തല പൊട്ടിച്ചു എന്ന് പുള്ളിക്കാരത്തെയും ഇവൾ തല്ലി പിന്നെ കൊല്ലാനായിട്ട് കത്തിക്കൊണ്ട് കുത്തി എന്ന് പുള്ളിക്കാരനും കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ത്രീകളുടെ കാര്യമായതുകൊണ്ടായിരിക്കും മാധ്യമങ്ങൾ സ്ത്രീപക്ഷമായിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞത്. ആണുങ്ങൾക്ക് ഇടി കൊണ്ടാൽ കുഴപ്പമില്ലല്ലോ, അവർ പിന്നെ ഇടി കൊള്ളാനുള്ളവരല്ലേ. എന്തെങ്കിലും ആവട്ടെ. അപ്പം ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം. തട്ടിയെടുത്ത് നിങ്ങൾ ഡയറക്ടറായി രഹസ്യമായിട്ട് ചതിച്ചു ഡയറക്ടറായി, എന്നിട്ട് നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ മൂന്നുപേര് ഗൂഢാലോചന നടത്തി എന്നെ അതിക്രൂരമായിട്ട് എന്നെ ക്രിമിനലായിട്ട് സന്തോഷമായിട്ട് ഗൂഢാലോചന നടത്തി കേസ് കൊടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നു. സ്വന്തം ഫിലോക്കാലിയുടെ ക്രെഡിബിലിറ്റി തട്ടിയെടുത്ത് നിങ്ങൾ ഫണ്ട് ടാപ്പ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. PKF എന്ന് പറഞ്ഞൊരു പേരില് അതൊരു തീവ്രവാദ സംഘടന. ഞാൻ പല പ്രാവശ്യം വന്നു പറഞ്ഞാൽ അത് ചെയ്യരുതേ, അതിൽ കൂട്ടി നിൽക്കരുതേ. ഹി ഈസ് അൺസ്റ്റേബിൾ നൗ. ഞാൻ ഇപ്പൊ പറഞ്ഞു, ഇതുവരെയ്ക്ക് ഞാൻ നിങ്ങളുടെ ആ വാക്ക് പറഞ്ഞിട്ടില്ല. ഹി ഈസ് അൺസ്റ്റേബിൾ നൗ. ഇത്രയും പ്രായവും ബുദ്ധിയും ബോധമുള്ള നിങ്ങൾ ആ മനുഷ്യന്റെ കൂടെ കൂട്ടി നിൽക്കുന്നു. നിങ്ങൾ എന്നിട്ട് വക്കീലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഇവിടെ ഭയങ്കര മോശം പ്രവർത്തനമാണ്, ഇതെല്ലാം കുടുംബ ട്രസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ നന്നാക്കാൻ പോവാ കുടുംബ ട്രസ്റ്റിൽ നിന്ന്. എന്ത് മോശം പ്രവർത്തനമാ മാഷേ, എന്ത് മോശം പ്രവർത്തനമാ? അത് റെക്കോർഡറാണ്. ഞാൻ അയച്ചുതരാം, ആ ബിറ്റ് ഞാൻ അയച്ചുതരാം. എനിക്കിത് കാണിക്കാനേ ഞാൻ വന്നുള്ളൂ. മതി, ഇനി അമ്മച്ചിക്കും മോക്കും കൂടെ പോകാം. കാരണം വന്ന് കിട്ടേണ്ട സാധനം കിട്ടിയിട്ടുണ്ട്. തീവ്രവാദ സംഘടനയാണ് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇതെന്താ സംഗതി എന്നറിയാമോ? സുലൈമാനാണ് ഈ മറിയോ ജോസഫ് മുൻപ്. അപ്പോൾ സുലൈമാൻ എന്ന രീതിയിൽ തന്നെ ഇകഴ്ത്തി തീവ്രവാദിയാക്കി ഒതുക്കാനുള്ള കാസാക്കുട്ടത്തിയുടെ നല്ല കുൽസിത ശ്രമമാണ് നിങ്ങൾ ഈ കണ്ടത്. ഇപ്പം ഞാൻ ഈ കാസാക്കുട്ടത്തി എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് വരരുത്. ആക്ച്വലി ഈ മറിയോയ മതം മാറ്റിയത് ആരാണ്? ഈ പെണ്ണുമ്പിള തന്നെയല്ലേ. ഇവര് ക്രിസ്ത്യാനിയാണ്, അയാൾ മുസ്ലിം ആയിരുന്നു. ഇവരെ പ്രണയിച്ച് വിവാഹം കഴിച്ചു, മതം മാറി, ഇവർക്കൊപ്പം ചേർന്ന് കാര്യങ്ങളൊക്കെ നടത്തി. ഇനി മറിയോ പറയുന്ന ഒരു കഥയിലും ഇതേപോലെ കുറെ മതം മാറ്റ ശസ്ത്രക്രിയകളുണ്ട്. അതിലൊരു സുലേഖയുണ്ട്, ഒരു അജ്മലുണ്ട്. ഈ അജ്മലിന്റെയും സുലേഖയുടെയും ആ പറഞ്ഞ മാഷിന്റെയും വീട്ടിൽ വന്ന്, ദേവസി എന്ന് കണ്ടാണ് അവരുടെ പേരെന്ന് തോന്നുന്നു, അവരുടെ മാഷിന്റെ വീട്ടിൽ വന്നിരുന്നിട്ടാണ് ഈ അധിക പ്രസംഗിത്തരം ഇവർ കാണിച്ചിട്ട് പോകുന്നത്. ഇതെന്താണ് അധിക പ്രസംഗിത്തരം എന്നറിയാമോ? പൊതുവില് ഈ സുലൈമാൻ എന്ന് പറയുന്ന മറിയോ ഇവരുടെ ഭർത്താവാണ്. പൊതുവിലല്ല, മൊത്തത്തിൽ 2 കുട്ടികളുടെ അപ്പനാണ്. അവരുടെ തന്നെ 2 കുഞ്ഞുങ്ങളുടെ അപ്പനാണ്. അയാളെ തീവ്രവാദിയാക്കിയാൽ ആ കുട്ടികളുടെ ഭാവി ഈ സ്ത്രീ ആലോചിച്ചോ? അയാളെ തീവ്രവാദിയായിട്ടങ്ങ് മുദ്രകുത്തുകയാണ്. അയാൾക്ക് തീവ്രവാദി ബന്ധമുണ്ടെന്ന് പറയുകയാണ്. ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ ഈ മനുഷ്യൻ ആടപടലം പൂട്ടൂലേ? പൂട്ടപ്പെടും, വേറെ തർക്കം വേണ്ട. കാരണം അയാള് ജനിച്ചത് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലാണ്. തീർച്ചയായിട്ടും അവരുടെ ഉദ്ദേശ ലക്ഷ്യം അതാണ്. കാസാക്കുട്ടന്മാരെല്ലാം കൂടെ വരിവരിയാ പുറകെ നിൽക്കും. ഭയങ്കര സന്തോഷമായി, അയ്യോ ഒരു തീവ്രവാദി അവൾ ഉപേക്ഷയിൽ എന്താ കുഴപ്പം, ഇതായിരിക്കും ചോദ്യം. പക്ഷെ പെൺകുട്ടികൾ തീവ്രവാദിയുടെ മക്കളെന്ന് അറിയപ്പെടത്തില്ലടി പൊട്ടത്തി. ഇവളാണ് ഉപദേശിച്ച ആളുകളെ നന്നാക്കുന്നത്. അതായത് മറിയോയുടെ വേഷം നിങ്ങൾ കേൾക്കുക. മറിയോയുടെ വേഷം ഉണ്ട്. മറിയോയുടെ വേഷം പറയുന്നതാണ് ഇതിനകത്ത് ക്ലാസ് കോമഡി. അതൊന്ന് കേൾക്കാം. ബോക്സ് കൊണ്ട് സ്വന്തം ഭാര്യയുടെ തലക്കടിച്ച് മുറിപ്പെടുത്തിയെന്നും അവളുടെ മുടി പിടിച്ച് വലിച്ചെന്നും
അവളെ കടിച്ചു പറിച്ചെന്നു കേരളത്തിലുള്ള എല്ലാ മാധ്യമത്തിലും 2-3 ദിവസമായിട്ട് ഭയങ്കര ചർച്ച. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ആ താമസിച്ചതും വഴക്കുണ്ടായതുമായ വീട്ടില് TV ഇന്നുവരെ വാങ്ങിയിട്ടില്ല, അവിടെ TV ഇല്ല, അവിടെ നിങ്ങൾ സെറ്റാ ബോക്സ് ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ FIR എന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. അത് ആ നിയമത്തിന്റെ വഴി. പുള്ളി പറയുന്നത് സെറ്റാ ബോക്സ് കൊണ്ട് അടിച്ചു എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന സ്ഥലത്ത് അയാൾക്ക് അവിടെ അങ്ങനെ ഒരു സംഗതി ഇല്ല. അതായത് TV പോലും ഇല്ലാത്തൊരു വീട്ടിലാണ് ഈ സംഭവം നടന്നിട്ടുണ്ടെന്ന് പറയുന്നത്. വാസ്തവം അറിയത്തില്ല. അടുത്തത് അപ്പൊ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായത്. ഇനി ആ സബ്ജക്റ്റിലേക്ക് വരാം. ശരിക്കും ഭാര്യപ്രദം വിദ്യ തനിക്കോ വഴക്കുണ്ടാക്കോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തിനാണ് എന്നറിയണം. അതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. എന്റെ അടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് ജന്മനാ പേര് അജ്മൽ എന്നാണ്. പക്ഷെ മാമോദിസ മുങ്ങിയ പേരെന്ന് പറഞ്ഞ സാംസൺ. ഇത് സാംസൺ. അജ്മൽ എന്ന പേര് വയ്യോ അജ്മൽ ഇത് അജു എന്ന് എല്ലാവരും ഇഷ്ടത്തോടെ കേട്ടു. അജു 2018 ഞാൻ നടത്തുന്ന ഒരു ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത് മാനസാന്തരപ്പെട്ടതാണ്. മാമോദിസ മുങ്ങിയതാണ്. ആളുടെ ഭാര്യയും മാമോദിസ മുങ്ങിയതാണ്. മാമോദിസത്തെ എന്റെ ഭാര്യ എസ്തർ, കൊച്ചും മാമോദിസ മുങ്ങിയതാണ്. ഇവരെല്ലാം സെന്റ് ജോസഫ് ആളൂർ ഇടവഴിയിലെ നല്ല ക്രിസ്ത്യാനികളാണ്. സഭാത്മക ജീവിതം നയിക്കുന്നവരുമാണ്. അജു മുസ്ലിമായ അജ്മലിനെ പുള്ളിക്കാരൻ ക്രിസ്ത്യാനിയാക്കിയിട്ടുണ്ട്, ഭാര്യയെ ആക്കിയിട്ടുണ്ട്, കുഞ്ഞിനെയും ആക്കിയിട്ടുണ്ട്. ഇപ്പൊ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നല്ല ക്രിസ്ത്യാനിയായിട്ട് അദ്ദേഹം അറിയപ്പെടുകയാണ്. വന്നതുകൊണ്ട് 2018 മുതൽ എന്റെ ഇൻ ആൻഡ് ഔട്ട്, അതായത് എന്റെ രാവും പകലും ഒന്നിച്ച് സഞ്ചരിക്കുന്നതുകൊണ്ട് അവൻ എന്നെ നന്നായിട്ട് അറിയാം. ഇനി അടുത്തിരിക്കുന്ന ചേച്ചിയുടെ പേര് സുലേഖ എന്നാണ്. കേൾക്കുമ്പോൾ എല്ലാവരും അയ്യോ ഇതൊരു മുസ്ലിം ആണെന്ന് വിചാരിക്കും. സുലേഖ ടീച്ചർ ക്രിസ്ത്യാനിയായിട്ട് എത്ര വർഷമായി? 10 വർഷമായി മാമോദിസ മുങ്ങി ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന ആളാണ്. ഇനി ആന്റണി മാസ്റ്റർ താങ്കൾ മുസ്ലിം വല്ലതും ആണോ? താങ്കൾ വിവാഹമല്ലല്ലോ. ഓക്കെ, നിങ്ങൾ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് അല്ലെ? ക്ലിയർ. ഇവർക്ക് ഒരു മോനുണ്ടായിരുന്നു. ആ മോന് 25ാമത്തെ വയസ്സ്, അതായത് ഒരു വിവാഹം കഴിച്ച് 8 വർഷം കാത്തിരുന്ന് കിട്ടിയ കൊച്ച് ഒരു ആക്സിഡന്റിൽ സ്വർഗത്തിൽ. ഇവരുടെ ജീവിതം കംപ്ലീറ്റ് തകർന്നു. ഇനി ജീവിതം വേണ്ടെന്ന് വിചാരിച്ച ആത്മഹത്യക്ക് ഇവർ തയ്യാറായി നിൽക്കുന്ന സമയം വലിയ കഥയാണ്, ഞാനത് ചുരുക്കി പറയാം. അതായത് ഈ പറയുന്ന 2 വ്യക്തികളുടെ കുഞ്ഞ് മരണപ്പെട്ടു പോയതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹവുമായി സംസാരിക്കുന്നതിൽ ഇദ്ദേഹത്തിന്റെ മകനായി സ്വീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഈ പറയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. 15 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് ജിജി വാങ്ങിയെടുത്തിട്ടുണ്ടെന്നാണ് മറിയോ പറയുന്നത്. ആ പൈസ പുള്ളിക്കാരൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അത്രേ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ പണം തിരിച്ചു കൊടുത്തതെന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. അടുത്ത് പറയുന്നത് ഈ 3 പേരെയും ചേർത്ത് വെച്ചിട്ട്, അതായത് അജ്മൽ, ഈ പറയുന്ന ടീച്ചർ, ഭാര്യ ടീച്ചർ, ഭർത്താവ് ടീച്ചർ, 2 സുലേഖ, ദേവസ്യ, ഇവരെ 3 പേരെയും കൂടെ വെച്ചിട്ട് ഇവർ തുടങ്ങാൻ പ്ലാൻ ഇട്ടതാണ് ഈ ഫിലോകാരിയ. അതിനകത്തേക്ക് ഇവരുടെ പെർമിഷൻ ഇല്ലാതെ, മറിയോയുടെ പെർമിഷൻ ഇല്ലാതെ ജിജിയും ജിജിയുടെ സഹോദരിയും അതിനകത്ത് കുത്തിക്കയറുന്നു. ജിജിയുടെ ബ്രദറോ ജിജിയുടെ അമ്മയോ അച്ഛനോ ഒക്കെ തന്നെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ആവുകയാണ്. അതൊരു ഫാമിലി ഇതായിട്ട് ഡിക്ലെയർ ചെയ്തു. അവരതുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. 3-4 അക്കൗണ്ട് ഉണ്ടെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. നമ്മുടെ വിഷയം അതൊന്നുമല്ല. NGO നടത്തുന്ന ഇവർക്ക് പണമിടപാടിലാണ് ഈ തർക്കം വന്നിട്ടുള്ളത്. ഈ വ്യക്തി, അതായത് മറിയോ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഭാര്യ അമിത മദ്യം കഴിക്കുന്ന സ്ത്രീയാണ്. കാലത്തെ തൊട്ട് രാത്രി വരെ മദ്യം കഴിക്കുന്ന സ്ത്രീയാണ്. മുൻപ് ഞങ്ങളുടെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന സതീഷ് എന്നോ രതീഷ് എന്നോ പറയുന്ന ഒരുത്തനുമായിട്ട് അവർക്ക് എന്തോ ഇല്ലീഗൽ ഇതുണ്ടെന്ന് ഈ ഡ്രൈവർ പയ്യൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ അല്ല മറ്റൊരു ആളാണ്, ആ പയ്യൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ സംശയിച്ച് അവരെടുത്ത് ഇനി മേലിൽ അവരുമായിട്ട് അങ്ങനെ സഹകരിച്ച് ആളുകളെ കൊണ്ട് ഓരോന്ന് പറയുന്ന രീതിയിൽ നടക്കരുത്, നടത്തദോഷമുള്ളൊരു സ്ത്രീയാണെന്ന് സ്വന്തം ഭാര്യയെ പറ്റി മറിയോ പറയുകയാണ്, മറിയോ ജോസഫ് പറയുകയാണ്. അതിൽ ദേഷ്യം പൂണ്ട അവര് മറിയോയുടെ ചെവിയിലേക്ക് ഈ ഒരു വിഷയം എത്തിച്ചു കൊടുത്ത ആളിനെ ചെവിക്കിൽ ഒരെണ്ണം കൊടുക്കണു. അതിൽ ചെവി പൊട്ടിയിട്ട് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിക്കുന്നു. ആ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഇവർ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ട്രസ്റ്റിൽ നിന്ന് എടുത്തു കൊടുക്കാനായിട്ട് ജിജി ഇവനോട് നിർബന്ധിക്കുന്നു, മറിയോയോട് നിർബന്ധിക്കുന്നു. മറിയോ കൊടുക്കില്ല എന്ന് പറയുന്നു. കാരണം അത് പാവപ്പെട്ട ജനങ്ങളുടെ കഷ്ടപ്പെട്ട കാശാണ് എന്നാണ് പറയുന്നത്. ആ 5 ലക്ഷം രൂപ മറിയോ അറിയാതെ മറിയോയുടെ സിഗ്നേച്ചർ ഇട്ട് ഈ പറയുന്ന ട്രസ്റ്റിൽ നിന്ന് അതെടുത്ത് അവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല 1.5 കോടി രൂപയുടെ ഒരു പ്രോപ്പർട്ടി ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട്. ആര്? ജിജി. ഇതൊക്കെ മറിയോയുടെ പെർമിഷനോട് കൂടിയല്ല, അയാളുടെ സിഗ്നേച്ചർ, കള്ള സിഗ്നേച്ചർ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടെന്നാണ് പുള്ളിക്കാരൻ്റെ വാദം. എന്താണ് സത്യമെന്ന് നമുക്കറിയത്തില്ല, അതവിടെ തെളിയിക്കേണ്ട വിശേഷമാണ്. ഇനി മറിയോ പറയുന്ന അടുത്ത ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ ദിവസം, അതായത് ഇതിനൊക്കെ വിറ്റ്നസ് സാക്ഷികളാണ് ആ ചുറ്റും കൂടിയിരിക്കുന്ന ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കൊണ്ടുവന്ന് പുള്ളി ഇരുന്ന് പറയണത്. അതിൽ അക്കൗണ്ടന്റ് ഉണ്ട്, പുള്ളി പറയുന്നുണ്ട് അതെ ഞാൻ വിറ്റ്നസ് ആണ്. മറ്റേ ആൾ ചോദിക്കുന്നത് അതെ ഞാൻ വിറ്റ്നസ് ആണ് എന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരത്തി നന്നായി മദ്യപിക്കും അത്രേ. ഇയാൾ അലങ്കം പുലങ്കം എടുത്തു വെച്ച് അടിച്ച് ആറുമാതിക്കാറുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ പുള്ളിക്കാരത്തിക്ക് നല്ല മേക്കപ്പ്, അത്യാവശ്യം പൈസ ദൂർത്തടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്.
ഇയാളുടെ മകളും ഈ സ്ത്രീയും കൂടെ ചേർന്നാണ് ഇവരുടെ കൂട്ടത്തിലേക്ക് വന്നിട്ട് ആ വീഡിയോ എടുത്ത് തീവ്രവാദിയാക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. അയാൾക്ക് തീവ്രവാദിയാകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും അയാളെ ടാർഗറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കിക്കൊണ്ടുമാണ് മറിയോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ഫലത്തിൽ എന്താണെന്ന് അറിയാമോ? ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഈ 2 കഴുതകളും കൂടെ പരസ്പരം ചെളിവാരി എറിഞ്ഞു എന്ന് വ്യക്തം. നമുക്കിത് മനസ്സിലാകും. അയാളെ തീവ്രവാദിയാക്കി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ശല്യം ഉണ്ടാവത്തില്ല. അയാൾ നല്ലപോലെ ജീവിതാവസാനം വരെ വേണമെങ്കിലും ജയിലിൽ കിടക്കും. കാരണം ഇവിടെ തീവ്രവാദി എന്ന് പറഞ്ഞ് മുദ്ര കുത്തപ്പെട്ട ആളെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസം കഴിഞ്ഞാലും വരത്തില്ല. 5 വർഷം 6 വർഷമൊക്കെ കിടക്കുന്നവരുണ്ട്. നമ്മുടെ CAAക്ക് എതിരെ തർക്കത്തിന് പോയ ഗർഭിണി പെണ്ണുവരെ കൊച്ചിന് 5 വയസ്സായിട്ട് ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ലെന്നാണ് കേൾക്കുന്നത്. അപ്പം അയാളുടെ കമ്മ്യൂണിറ്റിയെ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആ സ്ത്രീ ഉദ്ദേശിച്ച ആ ടാർഗറ്റ് അതിലേക്ക് മറിയോ വന്ന് വീഴും എന്നാണ് പുള്ളിക്കാരത്തെ തെറ്റിദ്ധരിച്ചത്. മറിയോ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇതിൽ കൂടെ റിവീൽ ആകുന്ന എന്താണ്? ആ സ്ത്രീ നിത്യമദ്യപാനിയാണെന്നും അവർ നിർബന്ധപൂർവ്വം ഈ ഒരു ട്രസ്റ്റിലുള്ള പണം അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണെന്നും അതിൽ കൂടെ വന്ന ഒരുപാട് തുകകൾ വകമാറ്റി ചെലവാക്കിയെന്നും മറിയോ വാക്കുമൂലം കൊടുക്കുകയാണ്. അയാളുടെ വിറ്റ്നസ് ആണ് ഇപ്പൊ ഈ വരുന്നത്. ഇയാൾക്ക് ഇതുണ്ടായ ഒരു ദേഷ്യം എന്താണെന്ന് അറിയാമോ? ഇവർ തമ്മിലുള്ള തർക്കത്തിൽ മറിയോ കൊടുത്ത കേസ് അവിടെ എടുത്തിട്ടില്ല. അത് പരാതിയായിട്ട് അവിടെ നിലനിൽക്കുമ്പോൾ ജിജി കൊടുത്ത കേസ് എടുത്തിട്ടുണ്ട്. ഈ കൊടുത്ത കേസിൽ പുള്ളിക്ക് മാക്സിമം പണിഷ്മെന്റ് വരിക 5000 രൂപ നഷ്ടപരിഹാരം, ഒരു ഫൈൻ പോലെ വരും, അല്ലെങ്കിൽ 1 മാസം ജയിൽ, ഇത്രേ ഉണ്ടാവുള്ളൂ. റിമാൻഡിലൊന്നും പോകത്തില്ല. അതിന് മുമ്പേ ജാമ്യം കിട്ടും. കാരണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അലച്ചണ്ടയ്ക്കകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വരാനില്ല. അങ്ങനെ അതിൻ്റെ ഗൗരവത്തിൽ പോലീസ് എടുക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരൊറ്റ വിഷയത്തിനാണ് ഭാര്യ മദ്യപാനിയെന്നും പിഴച്ചു നടക്കുന്നവളാണെന്നും പൈസ വകമാറ്റി ചെലവാക്കിയെന്നുള്ള വലിയൊരു കുറ്റം ഭാര്യയുടെ തലയിട്ട് കൊടുക്കുന്ന. ഫലത്തിൽ ഈ 2 വ്യക്തികളും പരസ്പരം യാതൊരു പരിഗണനയും ഇല്ല എന്നുള്ളതാണ്. ഇത് 2012 തൊട്ട് നടക്കുന്നതാണ് കേട്ടോ. അവർ കണക്കുകൾ 18, 12, 28 എന്നൊക്കെ പറഞ്ഞ് അവർ കണക്കുകൾ പറയുമ്പോൾ കാലങ്ങളായി അവർക്കിടയിൽ നല്ല രീതിയിൽ ഭിന്നിപ്പുണ്ട്. ഇതുവരെ അവർ കാണിച്ചതൊക്കെ അഭിനയമാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ചെറിയ സംഗതിയാണ് ഞാൻ പറഞ്ഞിട്ടത്. ഏകദേശം എന്ത് മനസ്സിലായി? അവർക്ക് ഇപ്പോഴാവശ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പ്രോജക്റ്റ് അവരുടെ വീടിനോട് ചേർന്ന് ഒരു 1.5 കോടി രൂപയുടെ ഒരു പ്രോപ്പർട്ടി ജിജി വാങ്ങിയത്, ആ പണം എടുത്തത് വയനാട്ടിൽ നടന്ന ആ ഒരു സംഭവമുണ്ടല്ലോ, ലാൻഡ് സ്ലൈഡ്, അതിൽ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് വീട് വെക്കാൻ വേണ്ടി തുക പിരിച്ചിരുന്നു. ആ തുക എടുത്ത് 1.5 കോടിയോളം വരുന്ന രൂപ, 1.25 കോടിയോ 1.5 കോടിയോ ഒക്കെ വരുന്ന തുക എടുത്ത് ആ തുക കൊണ്ടാണ് ഈ ഒരു വീട് വാങ്ങിയിട്ടുള്ളത്. ഇതിലാണ് പുള്ളിക്കാരന് തർക്കം വന്നിട്ടുള്ളത്. പുള്ളിക്കാരനിക്ക് അയാളുടെ ഫാമിലിയോ അയാളുടെ മകളോ ഭാര്യയോ ഒന്നുമല്ല വിഷയം, നാട്ടുകാരുടെ പണം. അവർക്ക് അവരുടെ പണം കിട്ടണം, ഒരു കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണെന്ന് കൺസേൺ ചെയ്തുകൊണ്ട് പറയണ മറിയോയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 ആട്ടിൻ തോലണിഞ്ഞ ചെന്നാക്കളാണ്. സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഭർത്താവിനെ തീവ്രവാദിയാക്കി മുദ്ര കുത്താൻ മകളെ കൂട്ടുപിടിക്കുന്ന പെണ്ണ് എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിച്ചു നോക്ക്. സ്വന്തം ഭാര്യയെ കള്ളുകുടിക്കുകയും അഭിസാരികയും അതേപോലെ പണം വകമാറ്റി ചെലവാക്കി തൂർത്തടിച്ച് ആർഭാടത്തിന് കൊണ്ട് നടക്കുന്ന സ്ത്രീയാണെന്ന് പറഞ്ഞുകൊണ്ട് NIAക്ക് ഇട്ടുകൊടുത്ത് അവരെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടെത്തി അവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ ചെയ്ത ചെയ്തെന്താണ്? ഇവർ 2 പേരുമാണ് ആ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഉദ്ബോധനം കൊടുത്തത്. ഇവരുടെ ഉദ്ബോധനം കൊടുത്ത വെരി ബിഗിനിങ്ങേ ഞാൻ പറയുന്നുണ്ട്, ഇവർ 2 പേരും ഒരു കാരണവശാലും ശരിയായ ഭാര്യാഭർത്തൃ ബന്ധത്തിനെ മനസ്സിലാക്കി പറയുന്നവരല്ല. 2 പേരും ഡ്രാമ കളിക്കാൻ, 2 പേരും ഡ്രമാറ്റിക് കപ്പിൾസ് ആണെന്ന് അന്നേ ഞാൻ പറയുന്നുണ്ട്. ഇത്രയും സീരിയസ് ആയിട്ട് പറയണമെന്ന് പറഞ്ഞാൽ അത്രത്തോളം സീരിയസ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി മറിയുടെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് ചോദിച്ചാൽ, പോടോ ഒരു കേസല്ലേ, അത് പോയൊരു ജാമ്യം എടുക്കുക, ഭാര്യയും ഭർത്താവും തമ്മിൽ അലശണ്ട, ഞങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയെന്ന പ്രശ്നം അവിടെ തീരും. പക്ഷെ അതല്ല, ഫിലോക്കാരി അയാൾക്ക് മൊത്തം വിഴുങ്ങണം, ഈ കൂട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് കൂടെ നിൽക്കുന്നു. ഭാര്യയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അയാൾക്ക് ഭാര്യയേക്കാൾ ഉപരി 2 പെൺമക്കളാണ്. ആ കുട്ടികളുടെ ഭാവി എന്താവും? അമ്മയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടികളുടെ ഭാവി എന്താക്കും? മറിച്ച് അപ്പുറത്ത് അച്ഛനെ തീവ്രവാദിയാക്കിയാൽ ആ കുട്ടികളുടെ ഭാവി അപ്പോഴും പ്രശ്നത്തിലല്ലേ? 2 പേർക്കും എന്തെങ്കിലും ചിന്തയുണ്ടോ? 10 പൈസ അയച്ചു കൊടുക്കരുത്. ഇത് ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഈ ഫിലോകാലിയ ഏറ്റെടുത്ത പ്രോജക്റ്റ് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഗവൺമെൻറ് ഇത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കണം പറ്റുമെങ്കിൽ. ഇല്ലെങ്കിൽ അതവിടെ ഡ്രോപ്പ് ചെയ്യണം, എല്ലാത്തിനെയും പിരിത്തുവിടണം. 1 രൂപ അയച്ചു കൊടുക്കരുത്. അതാണ് ഏറ്റവും ബെസ്റ്റ് തീരുമാനം. 1 പൈസ കൊടുക്കരുത്. കാരണം അർഹിക്കാത്ത കൈയിടങ്ങളിലേക്കാണ് നിങ്ങൾ ഇതുവരെ പൈസ അയച്ചു കൊടുത്തത്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന ആളുകൾക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യൂ, അല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് അയച്ചു കൊടുക്കൂ. ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾ പറയും അത് മുഖ്യമന്ത്രി വിഴുങ്ങുമെന്ന്. മുഖ്യമന്ത്രി വിഴുങ്ങിയാൽ ചോദിക്കണം, എന്തിനെടുത്തു, ഞാൻ അയച്ചെന്ന പണം എവിടെ, വക മാറ്റിയത് എവിടെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. വിവരാവകാശം വെക്കണം, നിങ്ങൾ ചോദിക്കണം. നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് കൊടുക്കുക.
ഇങ്ങനെയുള്ള ഒരു ഫൗണ്ടേഷനും ഒരു രീതിയിലുള്ള NGOക്കും 10 പൈസ കൊടുക്കരുത്. കൊടുത്താൽ ദാ വിളിച്ചു പറയുന്നുണ്ടോ പരസ്പരം, അവള് ബിൽഡിംഗ് വാങ്ങിച്ചു 1.5 കോടിയുടെ, അതുപോലെ കള്ള് കുടിക്കുന്നു, ദൂർത്തടിക്കുന്നു, നടക്കുന്നു, തെരുകിടയായിട്ട് നടക്കുന്നു, പലതും നടക്കുന്നു, പല രീതിയിലുള്ള ഫോർജറി ആ സ്ത്രീയുടെ പേരിൽ ഇയാൾ പറയുന്നുണ്ട്. ഇത് അന്വേഷണം വന്നാൽ 2 ജയിലിൽ പോകും. 2 ജയിലിൽ കിടക്കട്ടെന്നേ, ഉണ്ട തിന്നട്ടെന്നേ. ആ കുട്ടികളുടെ കാര്യം അനുഭവിക്കണം. നല്ല പൗരരായിരുന്നെങ്കിൽ അച്ഛനും അമ്മയും ചെയ്യുന്ന മിസ്റ്റേക്കിന് കൂട്ടു നിൽക്കുമോ? ആ തള്ളയ്ക്കൊപ്പം വന്നിരുന്ന് വീഡിയോ പിടിച്ചുകൊണ്ട് പോവുകയാണ് അച്ഛൻ തീവ്രവാദി എന്ന് പറയാൻ വേണ്ടിയിട്ട്. ആ മകൾക്ക് വിലക്കിക്കൂടെ? അതെൻ്റെ അച്ഛനാണ്, എൻ്റെ അച്ഛൻ അങ്ങനെ തീവ്രവാദിയാക്കാൻ ഞാൻ കൂട്ടു നിൽക്കത്തില്ല, പണമല്ല അമ്മയെ വലുതെന്ന് പറയാനുള്ള നാക്കില്ല. ഇവിടെ 12 വയസ്സുള്ള ചെറുക്കൻ എന്നെ ഉപദേശിക്കും. എന്താ അവൾക്ക് നാക്കില്ലേ? പണം, പണം മാത്രം. ഇനി ഇതിനകത്ത് ഇന്നലെയും മെനങ്ങാന്നും ഒക്കെ തീർത്തും നിറച്ച ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. മുസ്ലിമായ സുലൈമാൻ, അവൻ്റെ മുറിഞ്ഞ സുനായിരുന്നു എല്ലാവർക്കും പ്രശ്നം. ഇവിടെ സുലൈമാൻ്റെ ഒപ്പം 3 പേരാണ് മതം മാറി അപ്പുറത്ത് വന്നിട്ടുള്ളത്. സുലൈമാൻ, അജ്മലിൻ്റെ ഭാര്യ സുലേഖ. എന്തേ സുലൈമാൻ ഇങ്ങോട്ടാണോ കൊണ്ടുവന്നത്, അത് അങ്ങോട്ടാണോ കൊണ്ടുപോയത്? അപ്പോൾ ഇവിടെ നിരന്തരമായി നടക്കുന്ന ഈ മതം മാറ്റൽ എന്ന് പറയുന്ന വൃത്തികേട് ഏത് വിഭാഗമാണ് കാണിക്കുന്നത് എന്നുള്ളൊരു തെളിവും കൂടെയാണ് ഈ ഒരു സംഗതി. വേണമെന്നുള്ളവർക്ക് എടുത്തിട്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളതല്ല, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല. ഓരോരുത്തർക്കും ഓരോ മതമുണ്ട്. ഞാൻ ജനിച്ചു വീണ മതം എൻ്റെ ഉമ്മായുടെയും പാപ്പായുടെയും ഡൊണേഷനാണ്. എനിക്കതിൽ ഇഷ്ടമുണ്ടെങ്കിൽ നിൽക്കാം എന്നതിനപ്പുറം എൻ്റെ മതം മാറ്റി മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്ന ക്രൈമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരുത്തൻ്റെ അഴുക്ക ജെട്ടിയെടുത്ത് വേറൊരുത്തൻ ഇടുന്നു, അത്രയേ ഉള്ളൂ. അവനവൻ ബോധമുണ്ടായി സാംസ്കാരികമായി ഉന്നമനത്തിലേക്ക് എത്തുകയും അങ്ങനെയുള്ള ചിന്താധാരയിലേക്ക് വരികയൊക്കെ ചെയ്യുമ്പോഴാണ് സമൂഹം ഉദ്ധരിക്കപ്പെടുന്നത്. അല്ലാതെ ഇതുപോലെ മതം മാറ്റുന്ന ഒരു പ്രത്യേക ഗ്യാങ്ങിൻ്റെ കൂടെ ചേർന്ന് പണവും സ്വരൂപം കൂട്ടി അധമ ജീവിതം നയിച്ചിട്ട് വെള്ളയും ഇട്ടുകൊണ്ട് വന്ന് പ്രഭാഷണം നടത്തി നാട്ടുകാരെ പറ്റിക്കുന്ന ഈ 2 എണ്ണത്തിനെയും കല്ലെറിയാണ് വേണ്ട, അടിച്ചു പൊട്ടിക്കുകയാണ് വേണ്ടത്. എൻ്റെ അഭിപ്രായം അതാണ്. ഈ 2 പേർക്കും കുടുംബ ബന്ധങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. ഈ 2 വാഴകളുടെ അടുത്തേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടരുത്. അവർക്ക് കുടുംബ ബന്ധം എന്താണെന്ന് അറിയത്തില്ല. അവർ 2 കൂടെ ഒന്നിച്ച് വന്നാൽ ഉടനെ അവർ ഭയങ്കര പരിപൂർണ്ണ ദാമ്പത്യമാണെന്നാണ് ഞങ്ങളുടെ വിചാരം. അവരെന്താണെന്ന് മനസ്സിലായോ? പരസ്പരം ഒരു ശതമാനം പോലും ഈ 2 എണ്ണത്തിനും പരസ്പരം ഒരു അല്പം പോലും സ്നേഹമില്ല. 2 പേർക്കുമില്ല. ഉണ്ടെങ്കിൽ സ്വന്തം ഭാര്യ, സ്വന്തം മക്കളുടെ അമ്മ, നാളത്തേക്ക് ഈ കുട്ടികൾ തലകുനിക്കേണ്ടി വരും. കള്ളുകുടിച്ചിയായ തള്ള, തന്തയെ തല്ലുന്ന തള്ള, ഇത് ആ മക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ആലോചിക്കുന്ന ഈ തന്തയ്ക്ക് ആ ബോധമുണ്ടോ? അവളുടെ പേർക്ക് ഫോർജറി കേസാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഒപ്പിട്ടവൾ പൈസ കട്ടെടുത്തു എന്ന്. അതും NGO നടത്തി അതിൽ നിന്ന് പണം തട്ടിച്ചെന്ന് പറയുമ്പോൾ ആ പെണ്ണുമ്പിള ഇനി ജീവിക്കരുത്. ഈ 2 കുട്ടികളെയും കൊണ്ട് അവർ മാറി നിൽക്കുകയാണ്. അവരിനി ജീവിക്കരുത്. അതാണ് മറിയോയുടെ ഉദ്ദേശ ലക്ഷ്യം. മറിയോ തനിച്ചാണ്. അത് കുറേ നാളായി മാറിപ്പോയെന്നാണ് പറയണത്. എനിക്കത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ മുതലേ ഞാനത് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇരുന്നു കൊണ്ട് മറുനാടിൻ്റെ കാര്യം പറയുന്നു, വിശദ വിവരങ്ങൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മറുനാടിനെ കുറേ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആരോ ആവട്ടെ, മറുനാടനോ ഏത് മാധ്യമ പ്രവർത്തനമോ ആകട്ടെ, നിങ്ങൾ കാണിക്കുന്നതിലേ നമുക്കറിയാൻ പറ്റൂ. നിങ്ങളുടെ കാണിപ്പ് എന്തായിരുന്നു? ലോകോത്തര മഹത്തരമായ ദാമ്പത്യമായിരുന്നു 2 എണ്ണവും കൂടെ, 2 വാഴകൾ. എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കണം. ഞങ്ങളൊക്കെ ജനിച്ച് വളർന്ന സമയം തൊട്ട്, അത് നമ്മൾ പഠിക്കുന്ന കാലം കൊണ്ട് കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ് ആണ്. നമുക്കറിയാം അവിടുത്തെ സിസ്റ്റേഴ്സ് ആയിരുന്നാലും ഫാദറൊക്കെ ആയിരുന്നു, നമ്മൾ ഇത്ര റെസ്പെക്റ്റോട് കൂടിയാണ് അവരെയൊക്കെ കാണുന്നത്. ഇങ്ങനെ കുറേ വൃത്തികെട്ട പാസ്റ്റർ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് കുറേ ചലങ്ങൾ വരും. ഉള്ള നല്ല മനുഷ്യരുടെ പേരും കൂടെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്. മനസ്സിലാക്കിക്കൊള്ളുക. അവിടുന്ന് 2 പേരെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന ഉടനെ നിങ്ങൾക്ക് അവൻ ഓക്കെ ആയി. ഇനിയും കൂടുതൽ ആൾക്കാർ വലിച്ചുകൊണ്ട് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു. കൂടെ നിർത്തി നിങ്ങളുടെ പണം അടിച്ചു മാറ്റി അവനും അവളും ദൂർത്തടിച്ച് ജീവിച്ചു. ഇപ്പോൾ 2 പേർക്കും അവൾ പൈസ എടുത്ത് അവളുടെ സഹോദരനിക്ക് വീട് വാങ്ങിക്കുന്നു, അവളുടെ വീട്ടിലേക്ക് കൂടുതൽ ചേർക്കുന്നു, അവളുടെ മക്കൾക്ക് ചേർക്കുന്നു. ഇവന് സഹിക്കുന്നില്ല. ഇവൻ്റെ കൂട്ടുകാരുമായിട്ട് ദൂർത്തടിക്കണം, പൈസ കിട്ടണം, അത് കിട്ടുന്നില്ല. അത്രയേ ഉള്ളൂ ഇതിനകത്ത്, ഒന്നുമില്ല. ഇയാൾ ഈ ഇരുന്ന് അഭിനയിച്ച് തകർക്കുന്നുണ്ടല്ലോ. വയനാടൻ അവിടെ നടന്ന ലാൻഡ് സ്ലൈഡിന് ആ മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടി അവൻ കരഞ്ഞ് വികാര നിർഭരമായ കാര്യങ്ങൾ പറയുകയാണ്. സ്വന്തം ഭാര്യയ്ക്കെതിരെ ആളുകളെ കൊണ്ടു നിർത്തി തെളിവെടുപ്പ് നടത്തുകയാണ്. ഇവന് അവൻ്റെ ഭാര്യയോടോ അവൻ്റെ മക്കളോടോ തോന്നാത്ത അനുകമ്പയും കരുണയും നിങ്ങളോട് തോന്നുന്നു എന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ അസംബന്ധമല്ലേ? നുണയല്ലേ? അത് പച്ച നുണയാണ്. വിശ്വസിക്കരുത്. ഒരു പൈസ അയച്ചു കൊടുക്കരുത്. ഗവൺമെൻറ് ഇതിൽ എമർജൻസി ആയിട്ട് ഇടപെടണം. ഈ ഒരു സംവിധാനമേ പിരുത്തുവിടണം. ഇവൻ്റെ NGO എടുത്തവരുടെ താലമടയ്ക്ക് അടിയും കൊടുത്ത് ഓടാന്ന് പറയണം. മേൽക്കൊണ്ട് ഇവൻ പാസ്റ്റർ വേഷവും കെട്ടിക്കൊണ്ട് വന്ന് അട്ടി പറ്റിക്കുകയാണ് വേണ്ടത്. ഇതിൽ കൂടുതൽ വ്യക്തതയോടെ ഇത് പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ചെയ്തില്ലെങ്കിലും ഒരു കുന്തവും ഇല്ല. ദാമ്പത്യം ഉണ്ടാക്കാൻ വന്നിരിക്കും. ദാമ്പത്യം തള്ളെ കലിപ്പ് തീരുന്നില്ലല്ലേ.